കൊല്ലം അഞ്ചലിൽ 9-കാരനെ ജനലിൽ കെട്ടിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവ് പിടിയിൽ. അഞ്ചൽ തേവർത്തോട്ടം കണിക്കോണം ചരുവിള പുത്തൻവീട്ടിൽ മണിക്കുട്ടനെയാണ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത്. ഞാനിങ്ങനെ സിറ്റൗട്ടിലോട്ട് വന്നപ്പോൾ മാമ അടുക്കളയിൽ പോയിട്ട് തിരിച്ചു വന്ന വഴി മാമ മുണ്ടഴിച്ചിട്ടിട്ടായിരുന്നു വന്നത്. പിന്നെ എന്നെ പൊക്കി എടുത്തോണ്ട് പായ കൊണ്ടുവന്ന് കിടത്തിയിട്ട് മാമന് അപ്പുറത്ത് കിടന്ന് അവിടുന്ന് ഞാൻ എണ്ണിച്ച് അമ്മുമ്മേന്ന് വിളിച്ചപ്പോൾ മാമ മൂക്കും വായും കൂടെ പൊത്തിയങ്ങ് പിടിച്ച്, പിന്നെ രണ്ട് കൈയും കൂടെ പിടിച്ച് ജനലിൽ കെട്ടിയിട്ടിട്ട് കാല് കെട്ടാൻ നോക്കിയപ്പം മറ്റേ കെട്ട് ഞാൻ അഴിച്ചിട്ട് മാമൻ കെട്ടുന്ന വഴി കൊണ്ട് ഞാൻ മറ്റേ കെട്ട് അഴിച്ചിട്ട് മാമന്റെ താടിക്ക് ഇടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്തെ പിന്നെ എന്നെ അവിടെ കൊണ്ടുപോയി. പിന്നെ അവിടുന്ന് ഞാൻ ചാടി എണ്ണിച്ച് കഥ തുറന്ന് ഇറങ്ങിപ്പോയിരുന്നു. താഴത്തെ ഒരു കൊച്ചു ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ കൊച്ചു വ്യക്തമായിട്ട് ഈ കൊച്ചിനെ വിളിച്ച് ചോദിച്ചപ്പം ആ കൊച്ചിൻ്റെ അടുത്ത് അതിൻ്റെ വ്യവസ്ഥ വിവരമായിട്ട് പറഞ്ഞു. ആ വ്യവസ്ഥ വിവരം എല്ലായിടും അവൻ പറഞ്ഞിട്ടുണ്ട്. ഈ ചെറുക്കൻ തന്നെ കൊച്ചു തന്നെ ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യവും പറഞ്ഞു സ്റ്റേഷനിൽ ഡോക്ടറെ അടുത്ത്, സ്റ്റേഷനിലും പിന്നെ വക്കീലിൻ്റെ അടുത്തും എല്ലായിടത്തും പറഞ്ഞു. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും ചേരുന്നത് അരുൺരാജാണ്. അരുൺ, ഗുഡ് ഈവനിങ്. എന്തായാലും ചെറിയ കുട്ടിയാണ്, അവൻ അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് വളരെ ധൈര്യത്തോടുകൂടി തന്നെ തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ കേസ് എവിടെ എത്തി നിൽക്കുന്നു? ഏത് തരത്തിലാണ് പോലീസുകാരൻ്റെ അന്വേഷണം? ക്രിസ്റ്റിന, അനുദിനം നമുക്ക് മുമ്പിലേക്ക് വരുന്ന ഈ പീഡന വാർത്തകൾ അത് ഓരോ നിമിഷവും നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. അതിപൈശാചികമാണ് അതിന്റെ വിവരണങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ 9 വയസ്സുകാരൻ പറഞ്ഞ കാര്യങ്ങൾ അത് അവന്റെ നിശ്ചയദാർഢ്യത്തെ തുടർന്നാണ്. അവൻ ഈ ലൈംഗികമായ പീഡന ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വരികയും പിന്നീട് ഈ കാര്യങ്ങൾ പോലീസിനോടും രക്ഷാകർത്താക്കളോടും പറയുകയും ചെയ്തത്. ജനുവരി 20 വൈകിട്ടാണ് ഈ സംഭവം. വീട്ടിലേക്ക് ഒരു സാധനം മേടിക്കാനായിട്ടാണ് ഈ മണിക്കുട്ടന്റെ വീട്ടിന് സമീപമുള്ള കടയിലേക്ക് എത്തുന്നത്. വീടും ആ കടയും ഒരുപോലെ ചേർന്നുള്ളതാണ്. അവിടെ എത്തി ഈ കടയിലെ സാധനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഉടൻ തന്നെ ഈ മണിക്കുട്ടൻ വീട്ടിലേക്ക് ഈ കുട്ടിയെ വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു. തുടർന്നാണ് ഈ കുട്ടിയെ അവിടെ വെച്ച് ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെട്ട കുട്ടി പിന്നീട് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്കാണ് ജനലിൽ കെട്ടിയിട്ട് ഈ കുട്ടിയെ വീണ്ടും ലൈംഗികമായി ഉപദ്രവിക്കാൻ ഇയാൾ ശ്രമിച്ചത്. പിന്നീടും ഈ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് ഈ കുട്ടിയുടെ മൊഴിയിൽ പറയുന്നത്. അഞ്ചൽ പോലീസിനാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി രക്ഷിതാക്കൾ നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ കൗൺസിലർമാരുടെ സാന്നിധ്യത്തിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും ഇന്ന് മണിക്കുട്ടന്റെ അറസ്റ്റ് കൂടി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മണിക്കുട്ടനെ ഇപ്പോൾ നിലവിൽ റിമാൻഡിലാണ്. പോലീസ് പറയുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഈ കുട്ടി കടന്നുപോയ സാഹചര്യങ്ങൾ, ഈ ലൈംഗികമായി കടന്നുപോയ കുറച്ച് മണിക്കൂറുകൾ അത് ലൈംഗിക പീഡനത്തിന്റെ വളരെ വിഷമമായ ഘട്ടത്തിലൂടെയാണ്. അതിനെ ആ കുട്ടി ഓവർകം ചെയ്തിട്ടുണ്ട് നിലവിൽ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന, ഈ മണിക്കുട്ടനെ കുറിച്ച് മുൻപെന്തെങ്കിലും ഇത്തരത്തിൽ പരാതികൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പോലീസ് പറയുന്നുണ്ടോ അരുൺരാജ്? നിലവിൽ പോലീസിന് മുമ്പിൽ ഈ കുട്ടി പറയുന്നത് പലതവണ അവിടെ കടയിലേക്ക് എത്തുമ്പോഴും ഇയാളുടെ പെരുമാറ്റത്തിലടക്കം വലിയ ദോഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറം ഇയാൾക്കെതിരെ മറ്റു പരാതികൾ പോലീസിന് മുമ്പാകെ എത്തിയിരുന്നില്ല. എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെയാണ് ഇയാളുടെ ഈ സ്വഭാവ വൈകല്യത്തെക്കുറിച്ച് നാട്ടുകാർക്കും കൂടുതൽ വ്യക്തമായിട്ടുള്ളത്. എന്തായാലും ഈ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിലവിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും വിശദമായ അന്വേഷണം ഇയാൾക്കെതിരെ പോലീസ് നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ കുട്ടി നേരത്തെ ഇയാളുടെ ഭാഗത്തുനിന്ന് ഇത്തരം ചില നോട്ടങ്ങൾ, ചില സംഭാഷണങ്ങൾ അടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇക്കാര്യങ്ങളിൽ മറ്റേതെങ്കിലും കുട്ടികൾ ഇതിന് ഇരയായിട്ടുണ്ടോ എന്നീ കാര്യങ്ങളിലടക്കം പരിശോധന ഉണ്ടാകും. ശരി, അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ക്രൈം വാർത്തകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഖേദകരം തന്നെയാണ്.